കടൽക്ഷോഭത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. ആലപ്പുഴ ജില്ലയിൽ മാത്രം ഭൂരഹിതരായി 10 വർഷത്തോളമായി പുറമ്പോക്കിൽ കഴിയുന്നത് 100ഓളം കുടുംബങ്ങളാണ്. ലൈഫ് ഭവന പദ്ധതിയടക്കം ലക്ഷ്യം കാണുന്നില്ലെന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് ഈ കുടുംബങ്ങളുടെ ജീവിതം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ തീരമേഖലയിൽ കടൽക്ഷോഭത്തിൽ ഓരോ വർഷവും വീട് നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ നിരവധിയാണ്. അത്തരത്തിൽ വീടും സ്ഥലവും എല്ലാം പോകുന്ന കുടുംബങ്ങൾ നിരവധിയാണ് ഇപ്പോഴും പുറമ്പോക്കുകളിൽ കഴിയുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കാതെ വരുമ്പോൾ ഈ മത്സ്യമേഖലയോടും കടലോര മേഖലയോടും സർക്കാർ കാട്ടുന്ന കടുത്ത അനാസ്ഥ, അവഗണനയാണ് വ്യക്തമാകുന്നത്. അത്തരത്തിലൊരു കുടുംബത്തോടൊപ്പമാണ് ഞാനുള്ളത്. ഞാനിപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് പിൻഭാഗത്തെ പുറമ്പോക്കിൽ കഴിയുന്ന ഒരു കുടുംബത്തോടൊപ്പമാണ് ചേരുന്നത്. ഇതിന് സമാനമായി നിരവധി കുടുംബങ്ങൾ ഈ ഭാഗത്ത് തന്നെ താമസിക്കുന്നുമുണ്ട്. അമ്മ എത്ര വർഷമായിട്ട് ഇപ്പോൾ പുറമ്പോക്കിൽ കഴിയുന്നു? എങ്ങനെയാണ് വീട് നഷ്ടപ്പെട്ടതെന്ന് പറയാമോ? കടൽ കയറിപ്പോയി. ഞങ്ങളുടെ വീട് സ്ഥലമെല്ലാം മൊത്തം കടൽ, അവിടെ എല്ലായിടും പോയി. ആ കൂട്ടത്തിൽ ഞങ്ങളുടേതും പോയി. 10 വർഷമായി ഇവിടെ വന്നിട്ട്, ഈ പുറമ്പോക്കി വന്നിട്ട്. പക്ഷേ ഇന്ന് വരെ പഞ്ചായത്തിൽ നിന്നോ മറ്റുള്ള ഒരു സഹായവും ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ ലൈഫിൽ അപേക്ഷ കൊടുത്തതല്ലേ? എല്ലാം കൊടുത്തതാണ്, എല്ലായിടത്തും കൊടുത്തതാണ്. മന്ത്രിമാർക്ക് വരെ കൊടുത്തതാണ്, ലൈഫിലും കൊടുത്തതാണ്, 3-4 പ്രാവശ്യം കൊടുത്തതാണ്. ഞങ്ങളുടെ ഫോട്ടോ വന്ന് എടുത്തതാണ്. ഇന്ന് ജീവിതം എങ്ങനെയാണ്? കുടിവെള്ളമൊക്കെ ഉണ്ടോ? കുടിവെള്ളം പോലും ഉണ്ടായിരുന്നു. ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അത് വരെ അവർ ഊരിക്കൊണ്ടുപോയി. ഇപ്പം കുടിവെള്ളം പോലും ഇല്ല ഞങ്ങൾക്ക് വല്ലവരൊക്കെ കൊണ്ടു തന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടുന്ന് മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ ഭർത്താവ്. പണിക്ക് പോലും പോകാൻ ഇത്രയും ദൂരെ പോകാൻ പറ്റത്തില്ല. അത് കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് ഞാനും ഞങ്ങളുടെ കുടുംബവും താമസിക്കുന്നത്. ഇതുപോലെ സമാന അവസ്ഥയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഉണ്ട്. തെക്കോട്ട് ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും സർക്കാരിന്റെ സമീപനം ഇത് തന്നെ? എല്ലാവരോടും ഇത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അവർ മാറി സർക്കാർ വന്നാലും അവസ്ഥ നിങ്ങളുടെ മാറ്റമില്ല. മാറി വരുമ്പോഴൊക്കെ പറയും അടുത്ത പ്രാവശ്യം തരാം എല്ലാം സാധിച്ചു തരാമെന്ന് പറയും. പക്ഷേ ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല. ഇതുതന്നെയാണ് ഇവിടുത്തെ ഓരോ കുടുംബത്തിൻ്റെ, ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും അവസ്ഥ. ഈ വർഷവും നിരവധി വീടുകൾ കടൽക്ഷോഭത്തിൽ പോയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തകനായ ആദർശ് കൂടി ചേരുകയാണ്. ആദർശ്, ഇത്തരം ഒരു സമീപനം അത് തീർത്തും ഈ മത്സ്യമേഖലയോടെയും മത്സ്യത്തൊഴിലാളികളോടെയൊക്കെയുള്ള കടുത്ത അവഗണന, അനാസ്ഥയല്ലേ? അത് ഈ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഈ തീരദേശ മേഖലയിലെ സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറുന്ന ഈ 2 സർക്കാരുകളും ഈ തീരദേശ മേഖലയോട് കാണിക്കുന്ന വലിയ ക്രൂരതയാണ്. ഓരോ കടൽക്ഷോഭങ്ങളിലും നിരവധി വീടുകളാണ് നമുക്ക് നഷ്ടമാകുന്നത്. അവരെ പുനരധിവസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കാണുന്നത്. ഏകദേശം ഒരു 20 വീടിന് മുകളിലായിട്ട് ഈ തീരദേശ മേഖലയിൽ നഷ്ടമായിട്ട് ഈ ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് കുടിവെള്ളമോ മറ്റ് ആവശ്യ സൗകര്യങ്ങളോ ഇവിടുത്തെ സർക്കാരുകൾ, ഈ മാറി വരുന്ന സർക്കാരുകൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇനിയെങ്കിലും ഈ സാധാരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറുന്ന 2 സർക്കാരുകളും, ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും, ഈ അധികാരത്തിലേറിയിട്ട് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായി മാറും. കേന്ദ്ര സർക്കാർ നൽകുന്ന ചില ആനുകൂല്യങ്ങളാണ് ഇവർക്ക് പലപ്പോഴും ഗുണകരമായിട്ടുള്ളത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് സാധാരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ഇതുതന്നെയാണ് ഇത്തരത്തിൽ സമാന രീതിയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. പെൺകുട്ടികളടക്കം, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, വിദ്യാർത്ഥികളായ പെൺകുട്ടികളടക്കം ഒരു ശൗചാലയം പോലും ഇല്ലാതെ കഴിയുന്ന അവസ്ഥ, കെട്ടുറപ്പുള്ള ഒരു കതവില്ല. ഈ രീതിയിൽ ജീവൻ പണയം വെച്ച് കഴിയേണ്ട അവസ്ഥയാണ്. ഇവിടേക്ക് പാമ്പുകൾ ഇഴഞ്ഞു കയറുന്നു. മഴ പെയ്താൽ വെള്ളം ഒഴുകി മുകൾ തട്ടിൽ നിന്നും താഴേക്ക് വരുന്നു. കുടിവെള്ളമില്ല. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തരം കുടുംബം കഴിയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു പരിഗണനയും ഇവർക്ക് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറാമാൻ അനൂപിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.